ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വിഭവമായിട്ട് വരികയാണ്. അതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡിന്നറിന് ഞങ്ങൾ കുഴക്കട്ട ഉണ്ടാക്കാൻ പോകണം. ദാറ്റ് ഇസ് ഗോതമ്പ് കുഴക്കട്ട. സോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. സോ നമ്മൾ ആദ്യം കുഴക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളികേരം തിരുമുക. അപ്പോൾ ഞാനൊരു അരമുറി തേങ്ങയുടെയാണ് എടുത്തിരിക്കുന്നത്. സോ ഇതിങ്ങനെ ചെറുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ശർക്കര എടുത്ത് പാവ് കാച്ചാം. കുഴക്കട്ട ഉണ്ടാക്കാൻ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക. സോ നിങ്ങൾക്ക് എത്ര പേരാണ് നിങ്ങളുടെ വീട്ടിലുള്ള അതിൻ്റെ അളവനുസരിച്ച് എടുക്കുക. സോ ഞങ്ങളിപ്പം 5 പേർക്കുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് അതിൻ്റെ അത്രയും കട്ടി വേണ്ട, കുറച്ചൊന്ന് ലൂസാക്കി കുഴക്കേണ്ടതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴക്കേണ്ടതാണ്. അങ്ങനെ ഞാനൊരു ചീനിച്ചട്ടിയിൽ കുറച്ച് 1/4 കപ്പ് വെള്ളത്തിനകത്ത് ഒരു ശർക്കര പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുകി വരണം. അത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് തേങ്ങയും കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയും ഇട്ട് നമ്മൾ ഒന്ന് ഡ്രൈ ആക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ കുറച്ച് ഏലക്ക എടുത്ത് പൊടിക്കുകയാണ്. നന്നായിട്ട് പൊടിക്കുക. ശർക്കര ഇങ്ങനെ ഉരുകി വരുന്നുണ്ട്. നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി ഇതിലേക്കിടാണ്. കുറച്ച് ജീരകപ്പൊടി ഇടുക. ഒരു നുള്ളു ഉപ്പ് ലേശം. സോ അങ്ങനെ ശർക്കര ഇതായി നമ്മളതിലേക്ക് തേങ്ങ ആഡ് ചെയ്യുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം, കുറച്ച് ഡ്രൈ ആവണം. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്മൂത്ത്നെസ്സിൽ വേണം കുഴയ്ക്കാൻ. അപ്പോൾ നമുക്ക് റോൾ ചെയ്തിട്ട് അതിനകത്ത് ഫില്ലിംഗ് ഒക്കെ വയ്ക്കാം. ഓക്കെ. സോ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. ഇങ്ങനെ ഇത് ഡ്രൈ ആവണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കുഴക്കട്ട ഉണ്ടാക്കി അതിലേക്ക് ഈ ഫില്ലിങ്സ് വയ്ക്കാം. ഇതൊന്ന് ചൂടാറാം. നമ്മളിങ്ങനെ ഉരുളകളാക്കിയിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതുപോലെ ഭയങ്കര തിന്നായിട്ട് നമ്മളിത് പരത്തി കൊടുക്കണം. എന്നിട്ടാണ് ഇതിലേക്ക് ഫില്ലിങ്സ് വെക്കേണ്ടത്. ഓക്കെ. ഞാനത് മാക്സിമം തിന്നാക്കുകയാണ്. ഞാനിങ്ങനെ തിന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഫില്ലിങ്സ് ഇടാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ്സ് ഇതിലേക്ക് ഇടാണ്. സോ എന്നിട്ട് സ്ലോലി നമ്മൾ എല്ലാ മൂലകളും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. സോ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് യു ക്യാൻ സീ സം എക്സ്ട്രാസ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ പിച്ചെടുക്കാം. സോ എല്ലായിടത്തും ഈവനായിട്ട് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. സോ ഞാൻ റൊട്ടേറ്റ് ചെയ്തു. സോ ഇങ്ങനത്തെ ഒരു ആകൃതിയിൽ റെഡിയാക്കുക. ഓക്കെ. പുഴുങ്ങാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു പാത്രത്തിനകത്ത് വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലെയർ ആവി വരാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെക്കുന്നതായിരിക്കും ഓരോന്നായിട്ട്. ഓക്കെ. കുറച്ച് ആവി വന്ന് ഒരു 10-15 മിനിറ്റ് ആവി വരണം. ഞാനെല്ലാം കുഴക്കട്ടകളാക്കി ഇതുപോലെ ഇങ്ങനെ ആവി കയറ്റുകയാണ്. കണ്ടോ, യു ക്യാൻ സി. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു 10-15 മിനിറ്റ് ഇങ്ങനെ ആവി കയറ്റാം. സോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ക്ഷമയോടെ കാത്തിരിക്കൂ. അങ്ങനെ നമ്മുടെ കുഴക്കട്ട റെഡിയായി ഗൈസ്. അപ്പോൾ നമ്മളിത് ചൂടോടെ കുട്ടികൾക്ക് കൊടുക്കാം. സോ നമ്മുടെ കുഴക്കട്ടയൊക്കെ റെഡിയായി. ഞാനിപ്പോൾ ഓരോ കുഴക്കട്ടയും ഓരോ ആൾക്കാർക്ക് കൊടുത്തിട്ട് അവരുടെ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം. എടാ, ഇതൊന്ന് തിന്ന് നോക്കിക്കോ, എങ്ങനെയുണ്ടെന്ന് റിയാക്ഷൻ പറ. പക്ഷേ റിയാക്ഷൻ അല്ല, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറ. ഇതെങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. ഗോതമ്പുണ്ടയാ? കഴിച്ചു നോക്കിക്കേ. ചൂടാണ് ചൂടാണ് ചൂടാ. പതുക്കെ തിന്ന്. നല്ല ചൂടുണ്ട്, പതുക്കെ തിന്നാൽ മതി. ഉണ്ടോ? ഏയ് എന്നാ കുഞ്ഞാ കഴിച്ചു നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് ഇറ്റ്. പതുക്കെ കഴിക്ക്. എങ്ങനെയുണ്ട്? ഹൗ ഇസ് ഇറ്റ്? നൈസ്. ഇവർ റിയൽ ആയിട്ടുള്ള അഭിപ്രായം പറയത്തില്ല. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് ടേസ്റ്റാണെന്ന് പറയും. ആ തേങ്ങയും സോ ജ്യൂസി, സൂപ്പർ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുന്നുള്ളൂ. ഇതൊരു നാടൻ പലഹാരമാണ്. ഞങ്ങളിത് ഡിന്നറായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ വീണ്ടും വേറൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.